തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയം DGP അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു കോടതി. സ്റ്റേജ് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പേര് റിപ്പോർട്ടിലുണ്ടോ എന്ന ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബന സിയാദ് ചേരുന്നു. ഷബന, കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ നിന്ന് നെഗറ്റീവായ പരാമർശം ഉണ്ടായിരുന്നു ഈ സംഭവത്തിനെതിരെ. ഇപ്പോഴെന്താണ് പുതുതായി സംഭവിച്ചിരിക്കുന്നത്? വഞ്ചിയൂരിൽ നടത്തിയ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് വലിയ വിമർശനം ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തായിരുന്നു എന്ന ചോദ്യത്തോടെയായിരുന്നു ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി എടുത്തത്. ദൃശ്യമാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു കോടതി. ഇത് നടന്നത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്താണ് ഇതിൽ പോലീസ് ചെയ്തത് എന്ന് കോടതി ചോദിച്ചു. പോലീസ് പറഞ്ഞിട്ടും പാർട്ടിക്കാർ അനുസരിച്ചില്ല എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകിയത്. അപ്പോൾ പോലീസ് എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. അവിടെ കാൽനടക്കാർക്ക് ഈ റോഡ് മുറിച്ചു കടക്കാൻ ആകാത്ത വിധമാണ് ഈ സമ്മേളനം നടത്തിയത്. ഇത് DGP അറിഞ്ഞിരുന്നോ എന്നും കോടതി ചോദിച്ചു. സാധാരണക്കാരൻ ഒരു ഷോപ്പ് തുടങ്ങിയാൽ അത് പൊളിച്ചു കളയില്ലേ എന്നതായിരുന്നു കോടതിയുടെ മറ്റൊരു ചോദ്യം. പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണോ സ്റ്റേജ് കെട്ടിയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. സ്റ്റേജ് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ DGP ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നില്ലേ എന്നും കോടതി ചോദിക്കുന്നു. പോലീസ് കേസെടുത്തതിന്റെ വിശദാംശങ്ങൾ അറിയിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ആർക്കെതിരെ കേസെടുത്തു? സ്റ്റേജിൽ ഇരുന്നവരെ കേസിൽ ഉൾപ്പെടുത്തിയോ? TV കണ്ടാൽ ആരാണ് ആ സ്റ്റേജിൽ ഇരുന്നത് എന്ന് വ്യക്തമാകുമല്ലോ. ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പേര് റിപ്പോർട്ടിലുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് കോടതി നിർദ്ദേശം നൽകുന്നത്. പോലീസിന് സ്റ്റേജ് കെട്ടുന്നത് തടയാമായിരുന്നില്ലേ എന്ന കാര്യവും ചോദിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള കേസ് ഇതുണ്ട് എന്നും കോടതി പറയുന്നുണ്ട്. കോടതിയലക്ഷ്യ ഹർജിയാണ് കോടതിയുടെ മുമ്പാകെ വന്നത്. കാരണം പാതയോരത്തെ പൊതുയോഗം നിരോധിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇതിന്റെ ലംഘനമായിരുന്നു ഈ സമ്മേളനം എന്നായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയാണ് കോടതിയുടെ മുമ്പാകെ വന്നത്. തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. FIR ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണെന്നും അത് പരിശോധിക്കണം എന്നും കോടതി പറയുന്നു. സീബ്ര ലൈനിന്റെ മുകളിലാണോ സ്റ്റേജ് കെട്ടിയത് എന്നും കോടതി തിരക്കുകയും ചെയ്തു. ഏതായാലും ഇതിൽ വാദം തുടരുകയാണ്. ഷബന, എപ്പോഴേക്കാണ് ഇതിലെ ഒരു അന്തിമമായുള്ള തീർപ്പ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? സർക്കാർ ഈ വിവരങ്ങൾ എപ്പോഴാണ് അറിയിക്കേണ്ടത്? ഇതിൽ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം കോടതി ഇത്തരത്തിലുള്ള FIR പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അഭിഭാഷകന്റെ വിശദീകരണങ്ങൾ കേൾക്കുകയും ചെയ്യാണ്. കോടതി ഏതായാലും പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ FIR പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വകുപ്പിടാൻ ഉള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിനെ സർക്കാരിനെയും വലിയ വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വഴി തടഞ്ഞുള്ള സമരം എങ്ങനെയാണ് നടന്നത് എന്ന ചോദ്യമാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ ഉൾപ്പെട്ട ബെഞ്ച് ചോദിക്കുന്നത്. ഏതായാലും ഇതിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നടപടികളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം കോടതിയിൽ തുടരുകയാണ്. ശരി, നന്ദി ഷബന. വിവരങ്ങൾക്ക്. റോഡിൻ്റെ നടുവിലാണ് CPMൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളന വേദി CPM നേതാക്കൾ കെട്ടിയിരുന്നത്. റോഡ് അടച്ചാണ്, ട്രാഫിക് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് അങ്ങനെ ചെയ്തത് എന്നതാണ് കോടതിക്ക് മുമ്പാകെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള വിമർശനമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത്. പോലീസിനെയും എന്തുകൊണ്ട് ഇത് കണ്ടില്ല, ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്ന ചോദ്യം കോടതി സർക്കാരിനോട് ചോദിക്കുന്നു.